അതൊരു കോയിൻസിഡൻസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 1928 കന്നി 5 സമാധി അടഞ്ഞ ഗുരുവിൻ്റെ അതേ വർഷം തിരിച്ചിടുമ്പോൾ 1982 കന്നി 5 പുതിയൊരു മനുഷ്യൻ പിറവി കൊള്ളുന്നു. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത് ഇതാണ്, മുത്തശ്ശനുമായിട്ടുള്ള ബന്ധം. നാണിയാശാനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ സ്പോൺസറും ഡിവോട്ടി. ഗുരു അവിടെ അരിയപ്പുറത്ത് വരുന്ന സമയം തൊട്ടുള്ള ആ ഒരു ബന്ധങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ സ്വാമിക്കും ഒക്കെ അറിയുന്നതാണ്. അതെ, ഉറപ്പായിട്ടും നാണിയാശാൻ്റെ ചെറുമകൻ പരമ്പരയിൽപ്പെട്ട ആളാണെന്ന് സച്ചിദാനന്ദ സ്വാമിയെ പോലെ ഒരാൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഉരുണ്ടു മറിഞ്ഞ് ശിവഗിരിയിലെ മണ്ണ് വരെ തിന്ന് കളിച്ചു വളർന്ന ആളാണ് ഞാൻ. എൻ്റെ ചെറുപ്പമൊക്കെ ഞാൻ വളർന്ന മണ്ണാണ്. പള്ളി എന്നാൽ SNDP എന്നാൽ വെള്ളാപ്പള്ളി. ശരിക്കും ശ്രീനാരായണ ഗുരുവായിട്ട് ഈ മനുഷ്യനെ പിടിച്ച് പ്രതിഷ്ഠിക്കുമോ എന്ന് വരെ സംശയം തോന്നിയ സമയങ്ങളുണ്ട്. SNDP എന്ന് പറഞ്ഞാൽ ശ്രീ നടേശ ധർമ്മ പരിപാലന യോഗം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എനിക്കെതിരെ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല, മിണ്ടില്ലയാള്, മിണ്ടാൻ പറ്റില്ല. അതിനുള്ള ഉത്തരം അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതവിശ്വാസികളും അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു പോട്ടെ എന്നുള്ളതാണ് ഗുരുധർമ്മം. അത് തന്നെ ഞാനും വിശ്വസിക്കുന്നത്. എന്നാൽ എല്ലാ മതത്തിലുള്ള തെറ്റുകളെ ഞാൻ ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുകയും ചെയ്യാറുണ്ട്. ഒരു കുട്ടിക്ക്, ഒരു PhD കഴിഞ്ഞൊരു കുട്ടിയെ പോലും ഇപ്പോൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. 1 കോടിയിൽ കുറയാതെ ഈ കുഴപ്പണം, 1 കോടിയിൽ കുറയാതെ ഡൊണേഷൻ 1 രൂപ കുറച്ച് ഞാൻ എടുക്കില്ല, അത്രയുണ്ടെങ്കിൽ വന്നാൽ മതി എന്നുണ്ട്. അപ്പം ഇപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ അവകാശമാണത്. നമ്മുടെ സ്ഥാപനങ്ങൾ, ഇതിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതിലൊക്കെ ഒരുപാട് പേർക്ക് ജോലി കിട്ടും, ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. ഈ ഓവറായിട്ട് ഈ പൈസ മേടിച്ച് ഈ പൈസ എല്ലാം KL അശോകനും ഒരു സന്തോഷവും ഒക്കെ കൊണ്ടാണ് പോകുന്നത്. അവരുടെ ഗോഡൗണിലാണ് ഇത് സേഫാക്കി വെച്ചിരിക്കുന്നത്. സ്വാമി നമസ്കാരം. നമസ്കാരം. ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി ജന്മം കൊണ്ട ഒരുപാട് അവതാര പിറവികൾക്ക് പിന്നാലെ ഹംസനിഗ്രഹത്തിന് വേണ്ടിയിട്ട് കൃഷ്ണൻ പിറവി കൊണ്ടതുപോലെ ഒരു നിയോഗം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിനുറപ്പായിട്ടും ഒരു കാരണം ഉണ്ടാവും. ഇപ്പോൾ ശ്രീനാരായണീയരെ നയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശ്രീനാരായണീയർക്ക് വേണ്ടിയിട്ട് സ്വാമി മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം, ആ ഒരു സ്ഥാനത്തേക്ക് സ്വാമി വരുമ്പോൾ ഒരുപാട് പേർക്ക് വരുന്നൊരു സംശയം, അല്ലെങ്കിൽ ആരൊക്കെയോ ഉയർത്തുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ സംശയം ഉണ്ടാക്കുന്ന കുറച്ച് ആളുകൾ ഉയർത്തുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഹു ഈസ് ഭദ്രാനന്ദ എന്നുള്ളതാണ്. ആരാണ് തോക്കുസ്വാമി? വെള്ളാപ്പള്ളിക്ക് പകരക്കാരനായിട്ട്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നയിക്കുന്നു എന്ന് പറയുന്ന SNDP പ്രസ്ഥാനത്തെ കരകയറ്റാൻ വന്ന തോക്കുസ്വാമിക്ക് ഈ പറയുന്ന ശ്രീനാരായണീയരുമായിട്ട് എന്ത് ബന്ധം എന്നുള്ളൊരു ചോദ്യം. അത് ഉയർത്തിവിടുന്നവർക്ക് അറിയില്ലെങ്കിലും ഒരുപക്ഷെ സച്ചിദാനന്ദ സ്വാമി കഴിഞ്ഞ ദിവസം പറഞ്ഞ ബൈറ്റ് അതിനുള്ള ഏറ്റവും നല്ല മറുപടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങേക്ക് ശ്രീനാരായണ ഗുരുവായിട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും അല്ലെങ്കിൽ പറയാൻ പറ്റാത്തത്രയും ഒരു വലിയൊരു ബന്ധമാണ് തോക്കുസ്വാമിക്കുള്ളത് എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയില്ലാത്ത കാര്യമായിരിക്കണം. ഗുരു പരമ്പരയിൽ തന്നെ പെട്ട ഒരാളാണ് ഈ പറയുന്ന തോക്കുസ്വാമി എന്ന സ്വാമി ഭദ്രാനന്ദ എന്നുള്ളത് പ്രേക്ഷകർക്ക് ഒരു പക്ഷേ പുതിയ കാര്യമായിരിക്കണം. ഗുരു നിർത്തിയെടുത്തു നിന്നും തുടങ്ങുന്ന അതൊരു കോയിൻസിഡൻസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 1928 കന്നി 5 സമാധി അടഞ്ഞ ഗുരുവിൻ്റെ അതേ വർഷം തിരിച്ചിടുമ്പോൾ 1982 കന്നി 5 പുതിയൊരു മനുഷ്യൻ പിറവി കൊള്ളുന്നു. ആ മനുഷ്യൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സ്വാമി പറഞ്ഞതുപോലെ SNDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുളം തോണ്ടാൻ ഒരാൾ മാക്സിമം ചെയ്ത് അറ്റം വെച്ചിരിക്കുമ്പോൾ ഇപ്പോൾ സ്വാമിയുടെ ഒരു പിറവി, അതിലേക്കുള്ളൊരു കടന്നുവരവ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട്. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത് ഇതാണ്, മുത്തശ്ശനുമായിട്ടുള്ള ബന്ധം. നാണിയാശാനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ സ്പോൺസറും ഡിവോട്ടി. ഗുരു അവിടെ അരിയപ്പുറത്ത് വരുന്ന സമയം തൊട്ടുള്ള ആ ഒരു ബന്ധങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ സ്വാമിക്കും ഒക്കെ അറിയുന്നതാണ്. ഗുരു നീലകണ്ഠൻ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കൂടെ ഒരു കല്യാണത്തിനാണ് ആദ്യമായിട്ട് വരുന്നത്. അവിടുത്തെ പ്രകൃതി മനോഹരമായ കാര്യങ്ങളെല്ലാം കണ്ട് അവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നീലകണ്ഠൻ പറഞ്ഞു, ഇല്ല തിരിച്ചു പോകണം, വീട്ടിൽ എനിക്ക് സമാധാനം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പറഞ്ഞില്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ തർക്കത്തിൻ്റെ ഇടയിലാണ് നാണിയാശാൻ ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ ചൈതന്യവും ഗുരുവിനെ കണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ നാണിയാശാൻ ഒരു സംസ്കൃത പണ്ഡിതനായിരുന്നു. പറഞ്ഞു ഞാൻ നോക്കിക്കൊള്ളാം, എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ വ്യവസ്ഥകളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുവിൻ്റെ ശിഷ്യനായി, ഫസ്റ്റ് ഗൃഹസ്ഥ ശിഷ്യൻ, അതാണ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. പിന്നെ ഇവരൊരുമിച്ചായിരുന്നു ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നത്. പിന്നെ വിപ്ലവം, സവർണരുടെ കടയിൽ നിന്ന് ചായ കുടിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ചായക്കട സമരം. അന്ന്
ഭയങ്കര വലിയ വലിയ വിപ്ലവങ്ങളെല്ലാം. അപ്പം ആ ഒരു ബന്ധം എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വാമി ഇങ്ങനെ അതിനെപ്പറ്റിയൊക്കെയുള്ള സംസാരമായിരുന്നു എന്ന് തോന്നുന്നു ആ ക്ലിപ്പ് കണ്ടതല്ലേ? അതെ, ഉറപ്പായിട്ടും. നാണിയാശാന്റെ ചെറുമകൻ പരമ്പരയിൽപ്പെട്ട ആളാണെന്ന് സച്ചിദാനന്ദ സ്വാമിയെ പോലെ ഒരാൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഞാൻ ഈ ഈ ഈ റിലേഷനൊന്നും ഞാൻ ഒന്നും എനിക്കൊന്നത് പണ്ട് ഞാൻ ഉരുണ്ടു മറിഞ്ഞ് ശിവഗിരിയിലെ മണ്ണ് വരെ തിന്ന് കളിച്ചു വളർന്ന ആളാണ് ഞാൻ. എനിക്ക് എൻ്റെ ചെറുപ്പം ഒക്കെ ഞാൻ വളർന്ന മണ്ണാണ്. പക്ഷെ ഞാൻ അവിടെ പോകാറില്ല. ഞാനിപ്പോൾ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അവിടെ എത്തിയതാണ്. ഞാൻ അവിടെ സമയം അങ്ങനെ വിളിച്ചതുകൊണ്ട്, ഉള്ളിൽ നിന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ അവിടെ എത്തിയതാണ്. അവിടെ ഇനി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പുറത്തുനിന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിക്ക് ആ മഠത്തിനകത്ത് ഇതുപോലുള്ള ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാരൊക്കെ അതിനകത്തുണ്ട്, മഠത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ. പുറത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് അവിടുത്തെ തന്നെ യഥാർത്ഥ സന്യാസിമാരവിടെ ഉണ്ട്. അവർ ആവശ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുറച്ച് നമ്മളെപ്പോഴും ചില സമയത്ത് നമ്മളൊന്നും നമ്മുടെ ഐഡൻറ്റിറ്റി ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. നമ്മളിങ്ങനെ അങ്ങ് പോട്ടെ, നമ്മൾ എവിടെ നിന്നൊക്കെ ആയിക്കോട്ടെ. തറവാടാണ്. അപ്പം വെള്ളാപ്പള്ളിയും തുഷാറുമാണ് ഈഴവരുടെ രക്ഷകർ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രാഷ്ട്രീയം കളിച്ച ആൾക്കാർക്ക് ഈ സമുദായത്തിലുള്ള അത്രയും പാവങ്ങളാണ്, അത്രയും ധർമ്മത്തെ സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള സഹായങ്ങളോ കൃത്യമായിട്ടുള്ള സേവനങ്ങളോ ഒന്നും ചെയ്യാതെ ഇവരപ്പനും മോനും അത് ഇങ്ങനെ പവർ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അത് തിരിച്ച് നമ്മൾക്ക് ഞാനിതൊന്നുമല്ല, എന്നെ കൊണ്ടൊരു ശക്തി ചെയ്യിപ്പിക്കുകയാണ്, എൻ്റെ ഉള്ളിലിരിക്കുന്ന ശക്തി. ഞാനെന്ന് പറയുന്ന ഒരു കബവും മലവും മൂത്രവും പിത്തവും പേശികളുമായിട്ട് കെട്ടിവെച്ചിരിക്കുന്ന ഈ മാംസപിണ്ഡം എന്ന് പറയുന്ന ഈ ശരീരമോ ഈ കാണുന്ന ഭദ്രാനന്ദോ അല്ലെങ്കിൽ തോക്കുസ്വാമി എന്ന് പറയുന്ന ഒരു രൂപമല്ല, അതൊരു രൂപമാണ്. വർഷങ്ങൾക്ക് മുമ്പ് വേറെ രൂപമായിരുന്നു. അപ്പോൾ അതിനകത്തിരിക്കുന്ന ഒരു എനർജി നമ്മളെ കൊണ്ട് നയിപ്പിക്കുകയാണ്. അല്ല, ഇതിപ്പോൾ വെള്ളാപ്പള്ളിയെ പറ്റി പറയുമ്പോഴത്തേനും നമ്മൾ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ വിചാരിച്ചിരുന്ന ഒരു ടോക്ക് തന്നെയുണ്ട്. ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന് പറയുന്ന പോലെ വെള്ളാപ്പള്ളി എന്നാൽ SNDP, SNDP എന്നാൽ വെള്ളാപ്പള്ളി. ശരിക്കും ശ്രീനാരായണ ഗുരുവായിട്ട് ഈ മനുഷ്യനെ പിടിച്ച് പ്രതിഷ്ഠിക്കുമോ എന്ന് വരെ സംശയം തോന്നിയ സമയങ്ങളുണ്ട്. നമ്മുടെ SNDP കോട്ട തന്നെ കൊണ്ടുവന്നത് വെള്ളാപ്പള്ളിയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന കുറേ പേരുണ്ട്. വെള്ളാപ്പള്ളിയാണ് SNDPയുടെ തലത്തൊട്ട്. SNDP എന്ന് പറഞ്ഞാൽ ശ്രീ നടേശ ധർമ്മ പരിപാലന യോഗം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവിടെ ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന പറയുന്നതല്ല, നമുക്കൊരു കൃത്യമായ ഒരു ഇതുണ്ട്. ഇതിൽ ഗോകുലം ഗോപാലേട്ടൻ ഒരുപാട് ഫൈറ്റ് ചെയ്തതാണ്. അദ്ദേഹം മാത്രമാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഒരു ഗുരുധർമ്മം സ്ഥാപിക്കാനും ഇതിനെ മാറ്റി ജനങ്ങൾക്കൊരു സർവീസ് കൊടുക്കണമെന്ന് കൊണ്ടുവന്നു. പക്ഷേ ഇവരുടെ ഒരു മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഇവരെ ആർക്കും തൊടാൻ പറ്റുന്ന വെച്ചാൽ ഇവരെ ഇപ്പം തുഷാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക്, നമ്മുടെ സംഘടനയെ തകർക്കാൻ വേണ്ടിയിട്ട് ചില ശക്തികൾ പ്രവർത്തിക്കുന്നു. ഇത് നമ്മുടെ കേരളത്തിലെ ഈ BJP RSS ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ സംഘപരിവാർ ഗ്രൂപ്പ്. അല്ലെങ്കിൽ ഞാൻ RSSനെയും BJPനെയും ഒരിക്കലും യഥാർത്ഥ സംഘടനയെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, സ്വയം സേവരെയും കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ കുറ്റം പറഞ്ഞിട്ടുള്ളത് എപ്പോഴും സംഘികളെയാണ്. 2014 ശേഷം വന്ന സംഘികൾ ഇപ്പോഴും ഞാൻ പറയാറുണ്ട്, അവരെ വിമർശിക്കാറുണ്ട്, സംഘടനയെ മറയാക്കി പ്രവർത്തിക്കുന്നവർ. അപ്പം അവരുടെ സ്ട്രാറ്റജിയാണ് ഇപ്പം ഈ തുഷാർ എടുത്തിരിക്കുന്നത്. അതായത് കേരളത്തിലെ കൾപ്രറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അഴിമതിക്കാരായിട്ടുള്ള ആൾക്കാരോട് നമ്മൾ എതിർക്കുമ്പോൾ അവരെയാണ് എതിർക്കുന്നതെന്ന് പറയില്ല. അവർ പറയും ഇത് സംഘത്തിനെ തകർക്കാൻ വേണ്ടിയാണ്, സംഘവിരോധിയാണെന്ന് പറയും. അതുപോലെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ മകൻ ഇപ്പോൾ പറയുന്നത്, നമ്മുടെ സംഘടനയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ചില ശക്തികൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം എനിക്കെതിരെ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല, മിണ്ടില്ലയാൾ, മിണ്ടാൻ പറ്റില്ല, അതിനുള്ള ഉത്തരം അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗോകുലം ഗോപാലേട്ടനെ പോലുള്ളവർ, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിലൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരെയൊക്കെ ഇവർ അറ്റാക്ക് ചെയ്യാറുണ്ട്. അവരെല്ലാം നിയമപരമായിട്ട് സെൻട്രൽ പവർ ഉപയോഗിച്ചിട്ട് ED IT വഴിയുള്ള ത്രെഡ്സ്, പിന്നെ അല്ലാതെ ക്യാരക്ടർ അസാസിനേഷൻ. അതുകൊണ്ട് എല്ലാവരും അർഹതപ്പെട്ട ആൾക്കാർ യഥാർത്ഥ ഗുരുവിൻ്റെ കാര്യത്തിൽ ജീവിതത്തിൽ ഗുരുധർമ്മം പാലിക്കുന്ന ആൾക്കാരും പല പേരെടുത്ത് എനിക്കിപ്പോൾ പറയാനെല്ലാം ബുദ്ധിമുട്ടുണ്ട്. പല ആൾക്കാരുടെയും നിർബന്ധം അല്ലെങ്കിൽ അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇറങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത്. കാരണം ഒന്നാമത് ഞാനിങ്ങനെ എനിക്കിതിലൊന്നും ഈ കമ്മ്യൂണിറ്റിയുടെ കേസിലൊന്നും ഞാൻ ഒന്നിലും അങ്ങനെ ഒരു ജാതി മതം ഇതൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. ഒരു മതത്തിന് വേണ്ടി ഒരു ജാതിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ജീവിതമല്ല എൻ്റെത്.
എന്നാൽ എല്ലാ മതത്തിലുള്ള നന്മ ഉയർത്തിപ്പിടിക്കുകയും എല്ലാ മതവിശ്വാസികളും അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു പോട്ടെ എന്നുള്ളതാണ് ഗുരുധർമ്മം. അത് തന്നെ ഞാനും വിശ്വസിക്കുന്നത്. എന്നാൽ എല്ലാ മതത്തിലുള്ള തെറ്റുകളെ ഞാൻ ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുകയും ചെയ്യാറുണ്ട്. അത് മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ. ഞാനത് പ്രതികരിക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോഴും എന്നെ പലരും പല രീതിയിൽ തെറ്റിദ്ധരിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്, അറിയുന്നവരുണ്ട്. അപ്പോൾ അത് അതിൻ്റെ വഴി പോട്ടെ, നമ്മൾ ഒന്നിനും തിരുത്താനൊന്നും ഉറപ്പായിട്ടും. പക്ഷേ തയ്യാറല്ല. ഇവിടെ നടക്കുന്ന എനിക്ക് തോന്നുന്നു, സ്വന്തം ചോരയിൽ പിറന്ന മകൻ അവിടെ നിൽക്കൂ, നോക്കാൻ വന്ന ഞാൻ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം, ഈ തറവാട് ഞാൻ ഭരിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് കയറി നിൽക്കുന്ന ഒരാൾക്ക് വെള്ളാപ്പള്ളി കിട്ടുന്ന ഏറ്റവും വലിയ അടി തന്നെ ആയിരിക്കണം തോക്കുസ്വാമിയുടെ ഈ ഒരു നാരായണ ഗുരുവായിട്ടുള്ളൊരു ബന്ധം സച്ചിദാനന്ദ സ്വാമി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം. ഇത്രയും നാള് വളർത്തുമകൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നോട്ടക്കാരൻ, കാര്യസ്ഥൻ, വളർത്തുമകനായിട്ട് പോലും അദ്ദേഹത്തിനെ കാര്യസ്ഥനായിരുന്നു, ഒരുപക്ഷെ കാര്യസ്ഥന്റെ മകനായിരിക്കാം. അയാള് ചെയ്ത ചതി എന്ന് പറയുന്നത് ഒരുപാട്. ഇപ്പൊ ഇതിലേക്ക് ഇറങ്ങുന്നത് തന്നെ നമ്മുടെ തന്നെ കുട്ടികൾ എത്ര ഈ സമൂഹത്തിൽ എത്ര ബുദ്ധിമുട്ടുന്നുണ്ടെന്നറിയോ. ഒരു കുട്ടിക്ക്, ഒരു PhD കഴിഞ്ഞൊരു കുട്ടിയെ പോലും ഇപ്പൊ മാറ്റി നിർത്തിയിട്ടുണ്ട്. 1 കോടിയിൽ കുറയാതെ ഈ കുഴപ്പണം, 1 കോടിയിൽ കുറയാതെ ഡൊണേഷൻ, 1 രൂപ കുറച്ച് ഞാൻ എടുക്കില്ല, അത്ര ഉണ്ടെങ്കിൽ വന്നാൽ മതി എന്നുണ്ട്. അപ്പം ഇപ്പം നമ്മൾ നടത്തുന്ന ഈ ഫൈറ്റിൽ ഇപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ അവകാശമാണത്. നമ്മുടെ സ്ഥാപനങ്ങൾ, ഇതിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അതിലൊക്കെ ഒരുപാട് പേർക്ക് ജോലി കിട്ടും, ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. ഈ ഓവറായിട്ട് ഈ പൈസ മേടിച്ച് ഈ പൈസ എല്ലാം KL അശോകനും ഒരു സന്തോഷവും ഒക്കെ കൊണ്ടാണ് പോകുന്നത്. അവരുടെ ഗോഡൗണിലാണ് ഇത് സേഫാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പൈസ കണ്ടെത്താൻ സർക്കാർ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെടണ്ടേ? ഉറപ്പായിട്ടും. അതുപോലെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഗുരുദേവൻ്റെ പേര് വെച്ച് ചിത്രം വെച്ചിട്ട് ഇത്രയും, അതായത് വിശ്വഗുരുവാണത്, ഇത്രയും സനാതന ധർമ്മത്തിൻ്റെ അത്രയും അൾട്ടിമേറ്റ്, എന്താ പറയുക, അത് മോസ്റ്റ് മോഡേൺ, അല്ലെങ്കിൽ ഏറ്റവും മതങ്ങളിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പിരിച്വൽ തോട്ട്സിനെ പറ്റിയും സൂക്ഷ്മ ശരീരത്തെ പറ്റിയും ലോകത്തിന് ഇത്രയും വലിയൊരു ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ ഒരു മാതൃക കാണിച്ച് വേറെ ഏത് വ്യക്തിപ്രഭാവമാണുള്ളത്? അപ്പം ആ ഗുരുവിനെ ചിത്രം വെച്ചിട്ട് ആൾക്കാരെ അത്രയും പറ്റിക്കുക. ഇവിടെ വർഗീയത, ഗുരു എന്താണ് വർഗീയ ജാതി പറയുന്നത്? ഇയാൾ ജാതി മാത്രം പറഞ്ഞ് ബിസിനസ് ചെയ്യാണ്. 127 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഒരു ക്രിമിനൽ കേസെങ്കിലും ഉണ്ടെങ്കിൽ ആ ട്രസ്റ്റിൽ ഇരിക്കാൻ പറ്റില്ല, പുറത്തു പോകണം. മാത്രമല്ല 7 വർഷമായിട്ട് പുള്ളി സെക്രട്ടറി അല്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോഴും പുള്ളി തന്നെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. കാരണം ഇലക്ഷൻ നടന്നിട്ടില്ല, അതിന് 7 വർഷത്തിന് ശേഷം ഇലക്ഷൻ ഇല്ല. അപ്പോൾ പുള്ളി പക്ക ഗുണ്ടായുസം കാണിച്ചിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ബോധം ഉണ്ടാക്കി കൊടുക്കലാണല്ലോ. ഇവര് ശ്രീനാരായണ ഗുരുദേവനെ ഇഷ്ടപ്പെടുന്നവരാണ് കേരള രാഷ്ട്രീയത്തിലുള്ളവരെങ്കിൽ, ആ ദർശനം ഉൾക്കൊള്ളുന്നവരാണ് കേരള രാഷ്ട്രീയത്തിലെങ്കിൽ, ഈ ഈഴവ സമുദായം ഏറ്റവും മെജോറിറ്റി ഉള്ളത് ഈഴവ സമുദായമാണ്. ആ ഈഴവ സമുദായത്തിൻ്റെ നന്മയും അവരുടെ സുരക്ഷയും ആഗ്രഹിക്കുന്നവരും ഇവരെ ബഹുമാനിക്കുന്നവരുമാണ് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് എങ്കിൽ വെള്ളാപ്പള്ളിനെ മാറ്റണം. അതാണ് നമ്മൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് പോകുന്നത്. ഈ വരുന്ന മാസം 19-ന് നമ്മളെല്ലാവരും സെക്രട്ടേറിയറ്റിലേക്ക് പോവുകയാണ്. ഇനി ഇങ്ങനത്തെ മീഡിയ ഇൻട്രാക്ഷൻസ് വേണ്ട. ജനങ്ങളുടെ ആവശ്യം ഒരേ ഗുരുവിനെ ഇഷ്ടപ്പെടുന്നവർ, വർഗീയരഹിതരായിട്ടുള്ളവർ, വെള്ളാപ്പള്ളിയുടെ ക്രൈമിനെ എക്സ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും പോവുകയാണ്, ആവശ്യപ്പെടുകയാണ് സർക്കാരിനോട്.